കൊച്ചിയിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച. എറണാകുളം സൗത്തിലെ മെട്രോ ലോഡ്ജിലാണ് നാലംഗ സംഘം കവർച്ച നടത്തിയത്. ലോഡ്ജിൽ താമസിക്കുന്ന ലോട്ടറി വിൽപ്പനക്കാരനെ മർദ്ദിച്ച് മൊബൈൽ ഫോണും പണവും കവർന്നു. കീർത്തി ചേരുന്നു. കീർത്തി, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? എറണാകുളം സൗത്തിലെ മെട്രോ ലോഡ്ജിലാണ് നാലംഗ സംഘം കവർച്ച നടത്തിയത്. ലോഡ്ജിൽ താമസിക്കുന്ന ലോട്ടറി വിൽപ്പനക്കാരനെ മർദ്ദിച്ച മൊബൈൽ ഫോണും പണവും കവരുകയായിരുന്നു. ഈ ലോട്ടറി വിൽപ്പനക്കാരനോട് ഈ സംഘത്തിന് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ഇതിനു മുൻപും ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉള്ളതായും പോലീസ് പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ലോഡ്ജിലെത്തി ഈ ലോട്ടറി വിൽപ്പനക്കാരനെ മർദ്ദിച്ച് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഇയാളിൽ നിന്നും മൊബൈൽ ഫോണും പണവും കവർന്നത്. എന്തായാലും ഈ 3 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച തോക്കും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഇത് കളിത്തോക്കാണെന്നാണ് പോലീസ് കരുതിയിരുന്നത്. പിന്നീട് പരിശോധിച്ച ശേഷമാണ് ഇത് പിസ്റ്റലാണെന്നും പോലീസ് കണ്ടെത്തിയത്. എന്തായാലും വിശദമായി തന്നെ ഈ സംഭവം അന്വേഷിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കീർത്തി, ഈ ലോട്ടറി വിൽപ്പനക്കാരൻ വലിയ തോതിൽ ലോട്ടറി വിൽക്കുന്ന ആളാണോ അതോ വളരെ സാധാരണപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരനാണോ? എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനം? അത് ഈ കവർച്ച മാത്രമാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടോ? ഷമി, ഈ നാലംഗ സംഘത്തിന് ഈ കവർച്ച നടത്തിയ ഈ സംഘത്തിന് ഈ ലോട്ടറി വിൽപ്പനക്കാരനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതിനു മുൻപും ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായതായൊക്കെ പോലീസ് പറയുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇയാളെ ലോഡ്ജിലെത്തി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും പണവും കവർന്നത്. ഇവർക്ക് നേരത്തെ ഈ ലോട്ടറി വിൽപ്പനക്കാരനെ അറിയാമായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ 3 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പിസ്റ്റലാണ് ഈ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഏറെ ഗൗരവ കളിത്തോക്കാണെന്നാണ് ആദ്യം പോലീസ് കരുതിയത്. പിന്നീടാണ് അത് പിസ്റ്റലാണെന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഇവർക്ക് ഇത് ഉപയോഗിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ, ഇവർക്ക് ഇത് എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ ഈ 4 അംഗ സംഘം അവരെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു വരുന്നതേ ഉള്ളൂ. ഇതിനു മുൻപും ഇത്തരം സമാന സംഭവം നടത്തിയിട്ടുണ്ടോ, ഇത്തരം കവർച്ച നടത്തിയിട്ടുണ്ടോ, തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ഷമി, കീർത്തി, പട്ടാപ്പകൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ലോഡ്ജിന്റെ ഉടമയോ പോലീസോ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? അത്തരം വിശദീകരണങ്ങളൊന്നും തന്നെ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ലഭ്യമല്ല. ഷമി, എന്തായാലും ഈ 3 പേരെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇതിപ്പോൾ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരിൽ നിന്നും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ഇത്തരം സമാന സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടോ, ഈ ലോട്ടറി വിൽപ്പനക്കാരനുമായുള്ള തർക്കം എന്താണ്, ഇയാളുടെ അടുത്ത് മുൻവൈരാഗ്യം തോന്നാനുള്ള കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ. ലോട്ടറി വിൽപ്പനക്കാരൻ എന്തായാലും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോണും പണവും ഒക്കെ തന്നെ കവർന്നിരിക്കുകയാണ്. ഷമി, കൊച്ചിയിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തി എന്നുള്ള വാർത്തയാണ് കീർത്തി നൽകിയത്.